ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വീണ്ടും ശക്തമായി ഇടപെട്ട് അമേരിക്ക. ഇത്തവണ തങ്ങളുടെ ഇടപെടലിലൂടെ യുദ്ധത്തിന് സമാധാനമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. തുറന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ തീവ്ര ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. ലെബനാനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള തുറന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയുടെ തീവ്ര ശ്രമം തുടരുകയാണ്. എന്നാൽ ലെബനാനിന് നേരെയുള്ള സൈനിക നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നാണ് ഹമാസ് തലവൻ യഹിയ സിൻവാർ അറിയിച്ചത്. ലെബനാന് നേരെ തുറന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ തിരക്കിട്ട നീക്കം തുടരുന്നതായാണ് അമേരിക്ക സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടെൽ അവീവിൽ ഇസ്രായേൽ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപദേശകൻ അമോസ് ഓസ്റ്റിൻ ചർച്ച നടത്തുകയുണ്ടായി. ലെബനാനെതിരായ വ്യാപക യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്നും തുടർ പ്രഖ്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഓസ്റ്റിൻ ഇസ്രായേൽ നേതാക്കളെ അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച ആയിരങ്ങളുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കുകയാണ് പ്രധാനമെന്ന് നെതന്യാഹുവും പറഞ്ഞു. സൈനിക സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഹിസ്ബുള്ളയെ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നായിരുന്നു പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ഹൂതികൾ അയച്ച മിസൈൽ ടെൽ അവീവിൽ പതിച്ചതിന്റെ ആഘാതത്തിലാണ് ഇസ്രായേൽ. ശക്തമായി പകരം ചോദിക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു പറയുകയും ചെയ്തു. ഹൂതികൾക്ക് സൂപ്പർസോണിക് മിസൈലുകൾ കൈമാറിയെന്ന ആരോപണം ഇറാൻ പ്രസിഡന്റ് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ യമൻ ജനത ഫലസ്തീൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് ഹമാസ് നേതാവ് യഹിയ സിൻവാർ നന്ദി അറിയിക്കുകയും ചെയ്തു. ഇസ്രായേലിനെതിരെ ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹൂതി നേതൃത്വത്തിന് കൈമാറിയ കത്തിൽ യഹിയ സിൻവാർ വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ സൈന്യം ഗസയിലുടനീളം ആക്രമണം തുടരുന്ന സാഹചര്യവുമുണ്ട്. നുസ്രത്ത് ക്യാമ്പിൽ കഴിഞ്ഞ 10 പേർ മരണപ്പെട്ടു. ഗസ സിറ്റിയിലെ സെയ്റ്റൌൺ, ഷെയ്ഖ് ദ റദ്വാൻ എന്നീ നഗരങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളടക്കം 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ വെടിനിർത്തലിന് മധ്യസ്ഥ ചർച്ചകൾക്ക് പുതിയ നിർദ്ദേശം സമർപ്പിച്ചതായും അതിന്മേൽ ആശയവിനിമയം തുടരുന്നതായും US സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. യമനിൽ നിന്ന് ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ 11.5 മിനിറ്റിൽ 2040 കിലോമീറ്റർ താണ്ടിയാണ് ഇസ്രായേലിലെത്തിയതെന്ന് ഹൂതി സൈനിക വക്താവായ യഹിയ സാരി പറഞ്ഞു. ടെൽ അവീവിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയിലാണ് ഹൂതികൾ ലക്ഷ്യമിട്ടതെന്നും മിസൈലിനെ തടയാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ലെന്നും അത് ലക്ഷ്യം നേടിയെന്നും സാരി കൂട്ടിച്ചേർത്തു. 20 ഇന്റർസെപ്റ്ററുകൾ കടന്നാണ് തങ്ങളുടെ മിസൈലുകൾ ഇസ്രായേലിൽ എത്തിയതെന്ന് മീഡിയ ഓഫീസ് ഡെപ്യൂട്ടി ഹെഡ് നസറുദ്ദീൻ അമീർ പറഞ്ഞു. ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫലസ്തീൻ 2 എന്ന മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. 2150 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. ശബ്ദത്തെക്കാൾ 16 ഇരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുക. അയൺ ഡോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്നും ഹൂതികൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെയായിരുന്നു ഇസ്രായേലിനെ ഞെട്ടിച്ച ആക്രമണം ഉണ്ടായത്. മിസൈൽ വരുന്നതിന് മുമ്പായി ടെൽ അവീവിലും മധ്യ ഇസ്രായേലിലും അപായ സൈറനുകൾ മുഴങ്ങി. ഇതോടെ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. ഏകദേശം 23,65,000 പേർ ഇത്തരത്തിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മിസൈൽ തകർത്തുവെന്നും ഇതിന്റെ ഭാഗങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്തും റെയിൽവേ സ്റ്റേഷന് സമീപവും പതിച്ചതായും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ടെൽ അവീവിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള മോദിൻ സ്റ്റേഷന്റെ ഗ്ലാസ് തകർത്തുന്നതിന്റെയും സ്റ്റേഷന്റെ ഒരു ഭാഗത്ത് തീപിടിച്ചതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മിസൈലിന്റെ ചീളുകൾ പതിച്ചാണ് തീപിടുത്തമുണ്ടായത്. ടെൽ അവീവിന് നേരെയുള്ള ആക്രമണത്തിൽ ഹൂതികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതേസമയം ഹൂതി ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് ഹമാസും ഹിസ്ബുള്ളയും രംഗത്ത് വന്നു. ഗാസ മുനമ്പിലെ തങ്ങളുടെ ജനങ്ങൾക്ക് നേരെയുള്ള ക്രൂരതകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കില്ലെന്ന് ഹമാസ് പറഞ്ഞു. ഹൂതികളുടേത് സുപ്രധാനവും ഫലപ്രദവുമായ ആക്രമണമാണെന്ന് ലെബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ബലഹീനതയും ദുർബലതയുമാണ് തുറന്നു കാട്ടിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെതിരായ സൈനിക പ്രവർത്തനങ്ങളുടെ 5ാം ഘട്ടത്തിലേക്ക് തങ്ങൾ കടന്നിരിക്കുകയാണെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു. ഒക്ടോബർ 7-ന് ശേഷം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഹൂതികൾ ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധത്തിലുള്ള കപ്പലുകൾ ആക്രമിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.